അതിനെ കാണാൻ ജോക്കറിൻ്റെ പോലെയുണ്ട്. ഈ DL807 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കാണ്. ഹായ് ഫാമിലി, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് ചന്ദന. ഇന്ന് ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് കാണുന്നു. 52 സബ്സ്ക്രൈബേഴ്സായി. നമ്മൾ ചാനൽ തുടങ്ങിയത് ഒരു 20 ദിവസം മുന്നായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന ടൈം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ചെറിയ ടൈമിനകത്ത് ഇത്രയും ഒരു 52 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടാവുന്നു. ഞാൻ ഒരു 5 സബ്സ്ക്രൈബേഴ്സ് 10 സബ്സ്ക്രൈബേഴ്സ് അത്രയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 52 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ചെറിയൊരു നമ്പർ ആണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലുതാണ്. കാരണം ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് താങ്ക്സ് പറയുന്നത് നിങ്ങളോടാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ പറയുക, ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ എയിം ചെയ്യണത് ഒരു 250 സബ്സ്ക്രൈബേഴ്സിനാണ്. അപ്പോൾ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കണ്ടന്റ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ ഇന്ത്യയിൽ നിന്ന് കേരളയിൽ നിന്ന് ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വോയിസിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊന്നും സെറ്റായിട്ടില്ല. ഭയങ്കര ഒരു ലിമിറ്റഡ് സ്പേസിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കുറച്ച് നാൾക്കുള്ളിൽ അതും ഞാൻ സെറ്റാക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതൊരു ഫണ്ണി കൈൻഡ് ഓഫ് വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എല്ലാ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് ഏത് ഷെയ്ഡാണ് വരണേന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എടുക്കണതാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് മാമഅർത്തിൻ്റെ കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാനിപ്പോൾ തുടച്ച് കളയാൻ പോകണം. എന്നിട്ട് 1 by 1 ആയിട്ട് ഓരോ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഏത് ഷെയ്ഡാണ് കിട്ടണേന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോയാണ്. അപ്പം തുടങ്ങാം. അത് മാമഅർത്തിൻ്റെ കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഞാൻ വെറുതെ അത് തുടച്ച് കളഞ്ഞു. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് വൺസ് വൈറലായ ഒരു ലിപ്സ്റ്റിക്കായിരുന്നു. ഇത് എൻ്റെ ഒരു ഷോർട്ട്സ് എടുക്കുന്ന ടൈം ഇത് ഒടിഞ്ഞു പോയിരുന്നു. ഇത് ഡേസ്ലറിൻ്റെ സെക്കൻഡ് ലിപ്സ്റ്റിക്കാണത്. ഡേസ്ലറിൻ്റെ DL807 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള നെക്സ്റ്റ് ഡേസ്ലറിൻ്റെ തന്നെ DL830 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഒരു ഡീപ്പ് ന്യൂഡ്, എന്താ പറയുക, ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഷെയ്ഡ് പോലെയുണ്ട്. എല്ലാ സ്കിൻ ടോണിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഷെയ്ഡ്. അത് മിക്സ് ആക്കിയപ്പോൾ അതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഡേസ്ലറിൻ്റെ തന്നെ DL829 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് നല്ലൊരു ബ്രൈറ്റനിങ് ഷെയ്ഡാണ്. ഇത് ഓരോന്നോരോന്ന് ഇട്ട് വരുമ്പോൾ ഒരു മോർ ഡീപ്പ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ ഡേസ്ലറിൻ്റെ ന്യൂഡ്, ഡീപ്പ് ന്യൂഡോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ ഒരു മിനി ലിപ്സ്റ്റിക് കോംബോ പാക്ക് എന്നുള്ളതാണ് ലിപ്സ്റ്റിക്സൊക്കെ. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് സ്കിൻ ബ്രൈറ്റനിങ് ഷെയ്ഡ്സാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രൈറ്റനായിട്ട് വരുന്നത്. എൻ്റെ കയ്യിൽ പിന്നെ
ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡുകൾ എൻ്റെ കയ്യിൽ കുറവാണ്. ആകെ ഒരു നൈക്കേൻ്റെ അന്ന് ഞാൻ മേടിച്ചിട്ട് ഒരു ലിപ് കോമ്പോൻ്റെ ഷോർട്ട്സ് ഇട്ടായിരുന്നില്ലേ, ആ ഒരു ഷെയ്ഡ് മാത്രം വാഷ് ഔട്ട്. പിന്നെ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്. പിന്നെ ഒരു ഫ്ലൂറസൻ ഓറഞ്ച് ഉണ്ട്, അതൊക്കെ ഇട്ട് വരുമ്പോൾ എന്താവുമെന്ന് അറിയാം. ഇത് ജസ്റ്റ് ഒന്ന്. നെക്സ്റ്റ് ഞാനിതിൻ്റെ ഓരോരോന്ന് ഷെയ്ഡ് പറഞ്ഞു. DL809 ഡേസ്ലറിൻ്റെ, അതും കൈൻഡ് ഓഫ് ന്യൂഡ് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഫ്ലൂറസൻ ഷെയ്ഡ്. ഇതിന് ഷെയ്ഡ് നമ്പർ ഒന്നുമില്ല. OMG ഓ മൈ ഗ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഇട്ടാൽ എങ്ങനെയാ? അടിപൊളിയാണ് ഇത്. ബെയർ സ്കിന്നിൽ ഇത് ഈ ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് ഇടുമ്പോൾ ഒരു വൃത്തിയായിട്ട ഷെയ്ഡാണ് വരിക. ഇത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരിക. ഇത് കയ്യിലിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പക്ഷേ ചുണ്ടിലിടുമ്പോൾ വരുമ്പോൾ അതിൻ്റെ ഫ്ലൂറസൻ്റ് ഓറഞ്ച് പോലെയാണ് വരിക. പക്ഷെ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് കെ ബ്യൂട്ടീൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാത്തൊരു ലിപ്സ്റ്റിക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഒരു കൈൻഡ് ഓഫ് ഓയിലി ഫിനിഷ് പോലെ, ഗ്ലോസി ഫിനിഷ് അല്ല, പക്ഷെ ഒരു ഓയിലി അങ്ങനെ ഒരു ഫിനിഷ് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഞാൻ ലിപ്സ്റ്റിക്സ് മാത്രമായിട്ട് യൂസ് ചെയ്യണം, ലിപ്പ് ഓയിൽസ് യൂസ് ചെയ്യണില്ല. ഇതും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഷെയ്ഡാണ്, പക്ഷേ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിനെ കാണാൻ ജോക്കറിൻ്റെ പോലെയുണ്ട്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യണത് റിമ്മൽ ലണ്ടൻ്റെ ഒരു ചെസ്നട്ട് റോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങുന്ന ടൈമിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നൊരു ഷെയ്ഡാണ്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എടുത്ത് കളയാനുള്ള ടൈം ഇതുവരെ കളഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമ്മുടെ സ്റ്റുഡിയോന്ന് മേടിച്ചത്. ശരിക്കും സ്റ്റുഡിയോന്ന് മേടിക്കുന്ന ഷെയ്ഡ് നല്ല ലിപ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മൂവി ഷെയ്ഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഇതിൻ്റെ ന്യൂഡ് മോവ് എന്നങ്ങനെയാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. അപ്പം അതുകൊണ്ട് മേടിച്ചതാണ്. 99 റുപ്പീസ് അങ്ങടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ ഞാൻ അതങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇനി എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ മീഷോന്ന് മേടിച്ച ടെഡി ബെയർ ലിപ്സ്റ്റിക്ക്, അതിൻ്റെ ഒരു ഡീപ്പ് ബ്രൗൺ കളറാണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല കേട്ടോ. ഒരുമാതിരി കെമിക്കലിൻ്റെ സ്മെല്ലാണ്. ഞാൻ ചുമ്മാ ക്യൂട്ടായി തോന്നിയപ്പോൾ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇപ്പം എന്താ പറയുക, എല്ലാം കൂടി എനിക്ക് തന്നെ ലിപ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. എല്ലാ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് ഭയങ്കര ഒരു സ്റ്റിക്കി ഫീല്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഒലിച്ച് ഇറങ്ങണ പോലെയൊക്കെ ഫീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്കിന്നിലോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങണ പോലെ ഫീൽ ചെയ്തു. ഇതും ആ ടെഡി ബെയർ ലിപ്സ്റ്റിക്കിലുള്ളതാണ്. ഇതൊരു വൃത്തികെട്ട റെഡ് ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടപ്പോൾ ഒരു കൈൻഡ് ഓഫ് ബ്രൗണും റെഡും കൂടിയ ഒരു മിക്സ് പോലെയാണ് തോന്നണത്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഒരു വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ എന്താ പറയുക, വെറുതെ തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. ദുബായിൽ നിന്ന് മേടിച്ച ഷെയ്ഡായിരുന്നു. ഇസഡോറ എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ വാം ന്യൂഡ് അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ്.
ഇത് ശരിക്കും നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും, പക്ഷേ ഡെയിലി വെയറിൽ നമ്മൾ മേക്കപ്പ് അങ്ങനെ ഹെവി ആയിട്ട് ഇടത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു ഭംഗിയില്ല. പിന്നെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് കോംബോ ചെയ്താൽ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും കൂടെ ഇട്ടപ്പോൾ ഒരു നല്ല ഷെയ്ഡ്, ഐ മീൻ ഒരു രസമുള്ള ഷെയ്ഡാണ് കിട്ടിയത്. പിന്നെ എഗെയിൻ മറ്റേ ടെഡി ബിയർ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രൗണ്, അത് എഗെയിൻ ഞാൻ ഇട്ടു. എനിക്കറിയില്ല എൻ്റെ ലിപ്സ് എങ്ങനെയാവുന്നത് തുടച്ച് കഴിയുമ്പോൾ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്റ്റിക്കി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനാണെങ്കിൽ ലിപ് ബാമോ അതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് എടുത്ത വീഡിയോ ആണ്. നെക്സ്റ്റ് ആ സെയിം ഇസഡോറ ബ്രാൻഡിൻ്റെ തന്നെ സ്വീറ്റ് പ്ലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യണത്. ഇതൊരു നല്ല എന്താ പറയുക, റെഡും പിങ്കും മിക്സ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഞാനിങ്ങനെ പാർട്ടിക്കോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇത് പെട്ടപ്പോൾ ഒരു കൈൻഡ് ഓഫ് ന്യൂഡ്, മോവി ന്യൂഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. എനിക്കിഷ്ടമായി സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ ഇത്രയും ലിപ്സ്റ്റിക്ക് ഒരുമിച്ചിടണം. നെക്സ്റ്റ് അമ്മലും എനിക്ക് കൊറിയിൽ നിന്ന് കൊണ്ടുവന്ന ബ്രാൻഡിൻ എന്താ പറയുക, ലോറിയലാണ്, അവിടെ നിന്ന് മേടിച്ചോണ്ടെന്നുള്ളൂ. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ് ആയിരുന്നു. പക്ഷേ ഇതിനൊരു ടോണിക്കിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഇത് നൈസ് ചെറുതായിട്ട് വാഷ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഫേസ് ഡള്ളാണെങ്കിൽ അത് കുറച്ചും കൂടി ഡള്ളാക്കിയിരിക്കും. ഇപ്പോൾ ഫേസ് സെറ്റാണ്, ഫേസ് വാഷ് ഐ മീൻ ഒരു ഫേസ് വാഷൊക്കെ ഇട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്ക് നമ്മുടെ ഫേസ് ടാനൊക്കെ അടിച്ച് ഡള്ളാവുകയാണെങ്കിൽ ഇത് ഇടുകയാണെങ്കിൽ കൂടുതൽ ഡള്ളാക്കും. അങ്ങനെ